ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കറി വെക്കാം, ഉണക്ക ചെമ്മീൻ. അതിനായിട്ട് ഇതേ നമ്മൾ കുറച്ച് ഉണങ്ങിയ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെമ്മീനും മാങ്ങ തക്കാളിയൊക്കെ ഇട്ടുള്ള നല്ല ഒരു അടിപൊളി കറിയാണ്. ഇത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഇത് കറി വയ്ക്കാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്യാസ് കത്തിച്ച് ഇത് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഞാനൊരു 2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം. ഇനി ഇതൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചെമ്മീൻ ഇടാം. ഇത് തിളക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ ഇത് വെട്ടി തിളക്കണ്ട കേട്ടോ. ഇതിനകത്തേക്ക് നമ്മളിതേ കുറച്ച് എടുത്ത വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് പയ്യെ ഒന്ന് ചതച്ചേക്കണേ കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് ഒരു കോല് വെച്ച് ചതച്ചെടുത്തേക്കണേ. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതേ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ ബാക്കി ചേരുവകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചക്കക്കുരു ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളകുണ്ട്, ഒരു മാങ്ങ, ഒരു വലിയ മാങ്ങയാണ് കേട്ടോ ഇത്, അത് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു മുരിങ്ങാക്കോലാണ്. അത് ചെറിയ പീസുകളാക്കിയിട്ട് അത് പയ്യെ ഒന്ന് നടുവെ പൊളർന്നതാണ് കേട്ടോ. ഇത്രയും നമ്മൾ ഇതിനാവശ്യമായ ബാക്കി ഐറ്റംസ്. ഇതിന് ചക്കക്കുരു കുറച്ച് വേവ് അധികമായതുകൊണ്ട് നമ്മൾ ഈ മീനിൻ്റെ കൂടെ ഇപ്പോൾ ചക്കക്കുരു മുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളകും അതിൻ്റെ കൂടെ ഇപ്പോൾ ഇടണ്ട കേട്ടോ. ഇനി നമുക്ക് ഇത് ഒന്ന് വേവണ വരെ, പകുതി വേവണ വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് മാങ്ങയും മുരിങ്ങാക്കോലും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് വേകട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചക്കക്കുരുവൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും അത് വേവുമ്പോഴേക്കും ഇതേ നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, തേങ്ങ മാത്രം മതി. നമുക്കിത് പെട്ടെന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതേ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് നന്നായിട്ട് അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് നേരം തിളയ്ക്കാൻ പാടില്ല, അതങ്ങ് പിരിഞ്ഞു പോകും. നമുക്ക് ഇതിനകത്തേക്ക് ഇതേ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരുവും ചെമ്മീനും മാങ്ങയും ഒക്കെ ഇട്ട് നല്ല ഒരു അടിപൊളി കറിയാണ്. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അറിയാമെന്നറിയാം, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇത് ചോറ് വിളമ്പ് കഴിക്കാനെടുക്കാം കേട്ടോ. മോന് വേണോ? സൂപ്പർ, അതറിയല്ലേ? മോന് വേണോ?
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിക്കണേ.